എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു ചെറിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇന്ന് രാത്രി ഗോതമ്പത്തിൻ്റെ ഉപ്മാവ് തന്നെയാണ്. ഞങ്ങൾ 4 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഞാനല്ല, ഏട്ടന് ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ ഷുഗർ കുറച്ച് കൂടി പറഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ പിന്നെ ഒന്ന് അവിടെ കിടത്തി അവരൊന്ന് കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 ദിവസം അപ്പോൾ അവിടെ കിടന്നു. അത് കഴിഞ്ഞു വൈകുന്നേരമാണ് കേട്ടോ ഡിസ്ചാർജ് ആക്കിയത്. അപ്പോൾ ഞാൻ 4 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്ത കാരണം പെട്ടെന്നൊരു വീഡിയോ രാത്രിയിലത്തെ തട്ടിക്കൂട്ടി എടുത്തതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും അരി സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ വാങ്ങി. മറ്റേത് ഏട്ടനുള്ളപ്പോൾ നമ്മളത് അറിയുന്നില്ല. ഏട്ടൻ തന്നെ കഴിയുന്നത് പറഞ്ഞ ഏട്ടൻ പിന്നെ വാങ്ങിക്കൊണ്ടുവരും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഏട്ടന് റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി രണ്ടാമത് പോകാൻ കഴിയില്ല എന്ന് വെച്ചിട്ട് ഞാൻ വരുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പച്ചക്കറി ഫ്രൂട്ട്സും ഒക്കെ കഴുകി അതായത് സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ രാത്രി എന്നും ഗോതമ്പം തന്നെയാണ് ഉണ്ടാക്കാറും. പിന്നെയും ഷുഗർ എന്തോ കൂടി എന്നറിയില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ വീണ്ടും പതിവ് പോലെ നമ്മൾ ഗോതമ്പത്തിൻ്റെ പരിപാടി തന്നെയാണ്. അപ്പോൾ എനിക്കും പിന്നെ ഗോതമ്പത്തിൻ്റെ തന്നെ മതി എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ മോൾക്ക് ചപ്പാത്തി മതി. ഉച്ചത്തെ വെച്ച സാമ്പാറും ഉണ്ടായിരുന്നു. അമ്മ വീട്ടിലുള്ളത് കൊണ്ട് വളരെ ഉപകാരമായിട്ടാണ്. മോൾക്ക് പരീക്ഷ നടക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഇവിടെ ആരും ഇല്ല. അതായത് അമ്മ ഉണ്ടായിരുന്നു, അമ്മ പോയിട്ടുണ്ടായിരുന്നില്ല. അമ്മ പോവാൻ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൂടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അതും ഒരു ഉപകാരം. പിന്നെ അതിനേക്കാൾ വലിയൊരു ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ മോനൊക്കെ വളർന്ന് അവനൊരു ജോലിയായി എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നിൽക്കുന്ന ഒരു സമയത്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ സാധാരണക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ എന്ന് മനസ്സിലാവണം. അപ്പോൾ ദൈവം സഹായിച്ച മോനിപ്പോൾ ഒരു ജോലിയായി. അതിൻ്റെതായ ഒരു വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഒന്ന് പങ്കുവയ്ക്കുകയാണ് രാത്രി വന്നപ്പോഴത്തേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ കഴുകി നന്നായി കഴുകിയിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് അതൊക്കെ അത് മാറ്റി വെക്കുന്നത്. ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമ്മളേക്കാൾ എത്ര വലിയ അസുഖങ്ങളായിട്ടാണ് ഓരോരുത്തരും ഉണ്ടാവുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളെ വേദന ചെറുതാണെന്നല്ല, നമ്മളും സഹിക്കാൻ വയ്യാത്ത വേദനയൊക്കെ ആയിട്ട് തന്നെയാണ് പോണത്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും മറ്റുള്ളവരുടെയും വേദന അതും ഭയങ്കരമാണ്. അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളും അടുത്ത റൂമിലൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ അതൊക്കെ അറിയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ദൈവം സഹായിച്ച് ഞങ്ങൾക്കിപ്പോൾ മോനൊരു ജോലിയായി എന്നുള്ളത് കൊണ്ട് കുറേയൊക്കെ ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ അത്ര തന്നെ ഇല്ല. എന്നാലും അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഹോസ്പിറ്റലിൽ കേസൊക്കെ വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ താളം തെറ്റണത്. അപ്പോൾ ഇത് പിന്നെ ഏട്ടൻ കൊണ്ടുവന്നതാണ് അയിലല്ല, സ്രാവാന്ന് തോന്നുന്നു. ഭർത്താവിൻ്റെ ഏട്ടനാണ് കൊണ്ടുവന്നത്. അപ്പോൾ രാത്രി തന്നതാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഒന്നും ചെയ്യണില്ല കേട്ടോ. ഞാനങ്ങനെ കയ്യോടെ അത് കഴുകി ഫ്രിഡ്ജിലേക്ക് പച്ചക്കറിയൊക്കെ കഴുകി വെക്കും പോലെ ഫ്രിഡ്ജിലേക്ക് കഴുകി വെക്കുകയാണ്. നാളെയാണ് എടുക്കണുള്ളൂ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യ. വന്നതിൻ്റെ ഒരുപാട് തുണികളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അത് കഴുകിയിട്ട് പോകുമ്പോഴാണ് ഞാൻ അടുക്കളയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഏട്ടൻ വിളിച്ചു. അപ്പോൾ ഏട്ടന് ഭക്ഷണം കഴിച്ചൊക്കെ കിടക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭക്ഷണമായിരുന്നു, മീനും കൂടിയും കഴുകിയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഏട്ടന് ഭക്ഷണം കൊടുത്തു. പിന്നെ ഏട്ടൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും കഴിച്ചു. എല്ലാവർക്കും സമയത്ത് ഭക്ഷണം കഴിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് എല്ലാവർക്കും നല്ല കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഏട്ടൻ്റെ കൂടെ തന്നെ ഞങ്ങളും കഴിച്ചു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവിടെയൊക്കെ വൃത്തിയാക്കി. പിന്നെ അമ്മ കിച്ചണും ഒക്കെ വൃത്തിയാക്കി. ഞാൻ ബാക്കിയുള്ള സ്ഥലമൊക്കെ വൃത്തിയാക്കി. അമ്മ ഉള്ളതുകൊണ്ട് വന്നാൽ നമുക്ക് വല്ലാത്തൊരു ക്ഷീണം വയ്യായികയൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ അമ്മ ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമായി. അമ്മ എല്ലാറ്റിനും ഒപ്പം കൂടും. അമ്മയും കൂടി ഞങ്ങൾ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇന്ന് കുറച്ച് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക എന്ന പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോൾ കാണുന്ന എല്ലാവർക്കും നന്നായിട്ട് എല്ലാവരും നല്ല ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കുക. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. സമയത്ത് ഭക്ഷണം കഴിക്കുക. ഈ ഷുഗർ വരുന്ന തന്നെ സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു